ഇന്ന് ക്രിസ്മസ് ആണ്. ഇന്ന് പ്രത്യേകിച്ച് ഒരു പരിപാടിയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലിരുന്നത്. എന്തെങ്കിലും ഒരു പരിപാടി കണ്ടുപിടിക്കണം. ചെറിയൊരു പുൽക്കൂട് കെട്ടാന്ന് കരുതി ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ചെറിയൊരു പുൽക്കൂട് തട്ടിക്കൂട്ടി. അത് കണ്ടപ്പോഴേക്കും പാപ്പൂസ് വളരെ ഹാപ്പിയായി. എല്ലായിടത്തും ഒന്ന് വലിയ ആഘോഷങ്ങളാണ്. ഞാൻ മാത്രമേ എങ്ങും പോണില്ല. എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാനുള്ളതായിരുന്നു. എന്റെ വീട്ടിനടുത്ത് 2 പള്ളിയൊക്കെ ഉണ്ട്. പള്ളിയിലോട്ടൊന്ന് പോയാലോ എന്ന് ആലോചിച്ചു. ഇന്നുവരെ ഈ കാണുന്ന 2 പള്ളിയിൽ ഞാൻ പോയിട്ടില്ല. അങ്ങനെ ഞാൻ ഒരു പള്ളിയിലേക്ക് പോയി. നോക്കിയപ്പോൾ കാണാൻ എന്റെ ഫ്രണ്ട് അവിടെ നിന്ന് ഡാൻസ് ഒക്കെ കളിക്കുകയാണ്. വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴേക്കും അവിടെ നിന്ന് ഒരു കേക്ക് കിട്ടി. ഇതാണ് എനിക്ക് കിട്ടുന്ന ഈ വർഷത്തെ ആദ്യത്തെ ക്രിസ്മസ് കേക്ക്. അത് കഴിഞ്ഞിട്ട് ക്രിസ്മസ് അപ്പൂവിന്റെ അടുത്തേക്ക് ഒന്ന് പോയി. പുള്ളിക്കാരന്റെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കാണാം എന്റെ ഫ്രണ്ട് ഓടിക്കൊണ്ട് വന്ന് എന്നെ ഒരു ഒറ്റ ഇടി. എന്നെ കണ്ട സന്തോഷത്തിൽ ഓടി വന്നതാണ്. പക്ഷെ ബ്രേക്ക് കിട്ടിയില്ല. ഇതാണ് ഇവിടുത്തെ പള്ളി. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ കുറെ സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. കുറെ പേരൊക്കെ ഇതൊക്കെ കാണാനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിന്റെ കൂടെയുള്ള ഒരാളാണ് ഞാനും. എന്തോ നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ. ഇന്നലെ എന്റെ വീട്ടിൽ ക്രിസ്മസ് അപ്പൂപ്പനും കൂട്ടുകാരൊക്കെ വന്നിട്ട് ഒടുക്കത്തെ ഡാൻസ്. ക്രിസ്മസ് അപ്പൂപ്പന്റെ ഡാൻസ് കണ്ടിട്ട് അമ്മയും ചേച്ചിയൊക്കെ തലകുത്തി പറഞ്ഞു കിടന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ഈ വർഷത്തെ ക്രിസ്മസ് അപ്പൂപ്പന് ഗൂഗിൾ പേ വരെ ഉണ്ട്. തിരിച്ച് പള്ളിയിലേക്ക് തന്നെ വരാം. കുറെ നേരമൊക്കെ അവിടെ നിന്നപ്പോഴേക്കും എന്റെ അടുത്ത ഫ്രണ്ട് വന്നു. പിന്നെ എന്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. ഇന്നത്തെ ക്രിസ്മസ് ആഘോഷത്തിൽ ഞാനും കൂടെ അങ്ങ് ചേർന്നു. പള്ളിയിലെ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ അവളുടെ വക ഒരു ക്രിസ്മസ് കേക്ക് കിട്ടി. വീട്ടിൽ കൊണ്ടുപോകാനും കിട്ടി, അവിടെ നിന്ന് കഴിക്കാനും കിട്ടി. എല്ലാം കൊണ്ട് ഇന്നത്തെ ക്രിസ്മസ് അടിപൊളി. അത് കഴിഞ്ഞ് വീണ്ടും പള്ളിയിലേക്ക് പോയി. ക്രിസ്മസ് അപ്പൂവിന്റെ അടുത്ത് നിന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്തു. പ്രതിമയാണെന്നും പറഞ്ഞിട്ടാണ് സംസാരിച്ചത്. നോക്കിയപ്പോൾ കാണാൻ കീ കൊടുത്ത പാവയെ കണക്ക് തലയിട്ട് അനക്കുന്നു. അത് കഴിഞ്ഞ് പുള്ളിക്കാരന്റെ വക ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ആയപ്പോൾ പൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളി. ഈ വർഷത്തെ ക്രിസ്മസ് എന്തായാലും ഇങ്ങനെ അങ്ങ് തീർന്നു. ഒരു കുഞ്ഞുമോ എന്റെ അടുത്ത് വന്ന് ഹാപ്പി ക്രിസ്മസ് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി പള്ളിക്കകത്തേക്ക് കയറി ഒന്ന് കറങ്ങി. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോഴേക്കും എല്ലാവരും ഉറക്കമായി. പിന്നെ എല്ലാവരും കൂടി തട്ടി ഉണർത്തിയിട്ട് കിട്ടിയ കേക്ക് മുറിച്ച് ചേച്ചിക്കും അമ്മയ്ക്കും കൊടുത്തു. ഞാനും ഹാപ്പിയായി, അമ്മയും ഹാപ്പിയായി, ചേച്ചിയും ഹാപ്പിയായി, എല്ലാവരും ഹാപ്പിയായി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.